പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഗവൺമെൻറ് VHSൻ്റെ മുന്നിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വഴിയെപ്പറ്റി ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 3 ലക്ഷം രൂപയുടെ വഴിയാണ്. ആ വഴിയിലേക്ക് ആദ്യത്തെ ലോഡ് വന്നതാണ്. ഒക്കെ നിങ്ങൾ കാണുക. ഇത് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഗവൺമെൻറ് VHS ആണ്. പുതുപ്പള്ളി കവലയുടെ ഹൃദയഭാഗത്തിരിക്കുന്ന സ്കൂളാണ്. ഒരുപാട് കുട്ടികളുടെ ഭാവിയാണ് ഈ വാഹനത്തിലിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാഠപുസ്തകങ്ങളാണ്. പാഠപുസ്തകമായിട്ട് വന്ന് ഞാനിവിടെ വരുമ്പോഴത്തേന് ഇതിൻ്റെ കോൺട്രാക്ടർ അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോഴത്തേന് അവരെല്ലാം സ്ഥലം വിട്ടു. ഈ വണ്ടി ആദ്യത്തെ ലോഡായിട്ട് കയറി വന്നതാണ്. അപ്പം വണ്ടി കണ്ടോ? നിങ്ങൾ കയറത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടറിയുക. ഞാൻ ഈ വഴിയെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് 3 ലക്ഷം രൂപ മുടക്കി പണിതിരിക്കുന്ന വഴിയാണ്. നിബു ജോണിൻ്റെ ഫണ്ടിൽ നിന്നാണ് 3 ലക്ഷം രൂപ അനുവദിച്ചത്. ഉണ്ടോ? ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ആദ്യത്തെ ലോഡുമായിട്ട് വന്ന വാഹനമാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ യൂണിയൻകാർ വന്നിട്ടുണ്ട്. ഈ സാധനം ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോയാൽ ഇനി സ്കൂളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ലോറി ഇരുത്തിപ്പോയിരിക്കുകയാണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അത്തെ അവസ്ഥയിലാണ് ലോറി കിടക്കുന്നത്. ഇതിൻ്റെ ആരാ ഉത്തരവാദിത്വം? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. കാരണം കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ പണിയുമ്പോഴത്തേന് ഇതിന് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു പദവിയുള്ള ഒരാളുണ്ട്. ആളുടെ മേൽനോട്ടത്തിൽ വേണം പണിയാൻ വേണ്ടി. അത് പണിയാതെ വരുമ്പോഴത്തെ അവസ്ഥകളാണ് ഇത് കാണുന്നത്. ഇനിയും ഒരു കടമ്പം കൂടെ സ്കൂളിൻ്റെ ഫ്രണ്ട് വശം ഇനി ഇതിൻ്റെ ബാലൻസും കൂടെ ശരിയാക്കിയെങ്കിലേ ഉള്ളൂ സ്കൂളിൻ്റെ ബാക്കിയുണ്ടോ ലോറി കിടക്കുന്നുണ്ടോ. ഇതൊന്നും ആരുടെയും കയ്യിൽ നിന്ന് എടുക്കുന്ന പൈസയല്ല. ഇത് സർക്കാരിൻ്റെ പൈസയാണ്. ഇത് നമ്മുടെയൊക്കെ നികുതിപ്പണമാണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഞാനുള്ള കാര്യം ആരാണെന്ന് വെച്ചാൽ ഞാൻ പറയും. ഇതൊക്കെ നമുക്കും ഇതിൻ്റെ അകത്ത് അവകാശപ്പെട്ടതാണ്. കണ്ടോ? ഈ ലോറി ഇനി കെട്ടിവലിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ സ്കൂളിന് തൊട്ട് സമീപത്ത് വേറെ ഒരു വഴിയും കൂടെ ഉണ്ട്. ആ വഴിയാണ് അതിലെയാണ് നേരത്തെ വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇതിവിടാണ് നിങ്ങൾക്ക് കാണാം. ഇവിടെ സ്ലാവ് പൊട്ടിക്കിടന്നിട്ട് എത്രയോ നാളായെന്നറിയാം. ഇതിലെ ലോഡും വണ്ടി വരുവാണെങ്കിൽ ചിലപ്പോൾ ആ വീൽ ഇതിൻ്റെ അകത്ത് പോകും. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഇതുപോലെയൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. ഈ വഴിയാണ് സ്കൂളിലോട്ട് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ വഴി പണിയുന്നതിന് മുമ്പായിട്ട് ഇതിന് തൊട്ട് സമീപത്തൊരു LP സ്കൂളുണ്ട്. ഗവൺമെൻറ് LPS പുതുപ്പള്ളി. ഇവിടെ ധാരാളം കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. Yeah.